കേരള പോലീസിൽ ആർഎസ്എസിന്റെ സ്ലീപ്പിംഗ് സെൽ പ്രവർത്തിക്കുന്നതായി വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എടപ്പാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ വെൽഫെയർ പോയിന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ആർഎസ്എസുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളെ ശിക്ഷിക്കാതിരിക്കുന്നത് കേരള പോലീസിലെ ആർഎസ്എസിന്റെ സ്വാധീനമാണെന്നും വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പറഞ്ഞു. ഉത്തരേന്ത്യയിൽ ആർഎസ്എസ് നടത്തിയ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക. എങ്ങനെ ഉണ്ടാക്കുക? മാലോഗാവ്, മക്ക മസ്ജിദ്, സന്തോദ എക്സ്പ്രസ്, ഇനിയും ഒരുപാട് സ്ഫോടനങ്ങൾ അങ്ങോട്ട് നടക്കും. സ്ഫോടനങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മുസ്ലിങ്ങൾ പ്രതികളാക്കപ്പെടും. ആ മുസ്ലിം തീവ്രവാദം, മുസ്ലിം ഭീകരവാദം അല്ലെങ്കിൽ മാവോവാദം എല്ലായിടത്തും അത് പ്രചരിപ്പിക്കപ്പെടും. അവസാനം ഈ മാലോഗാവ് സ്ഫോടനത്തിലും മക്ക മസ്ജിദ്, സന്തോദ എക്സ്പ്രസ് സ്ഫോടനങ്ങളൊക്കെ നിങ്ങളെടുത്ത് പരിശോധിക്കുക. ആരായിരുന്നു ആ സ്ഫോടനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്? സ്ഫോടനം നടക്കുകയും ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് നേരെ വെച്ചുകെട്ടുകയും എന്നിട്ട് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുകയും വർഗീയ കലാപങ്ങളായി അത് രൂപപ്പെടുകയും ചെയ്യും. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എടപ്പാൾ പഞ്ചായത്ത് കമ്മിറ്റി അംശ കച്ചേരിയിൽ ആരംഭിച്ച വെൽഫെയർ പോയിന്റിന്റെ ഉദ്ഘാടനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഇബ്രാഹിം കുട്ടി മംഗലം, പ്രവാസി ഇന്ത്യ ദുബായ് പ്രസിഡന്റ് അബ്ദുല്ലൈസ് എടപ്പാൾ, മുഹമ്മദ് പൊന്നാനി, ഷഹനാസ് കോലോളമ്പ്, എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ മുനീറ നാസർ, ഷാമിൽ എടപ്പാൾ തുടങ്ങിയവർ സംസാരിച്ചു. കമറുദ്ദീൻ സ്വാഗതവും സക്കീർ ഹുസൈൻ ഐലക്കാട് നന്ദിയും പറഞ്ഞു. സർക്കാർ സേവനങ്ങൾ വളരെ എളുപ്പത്തിലും സർക്കാർ നിശ്ചയിച്ച ഫീസിലും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായാണ് വെൽഫെയർ പോയിന്റ് ആരംഭിച്ചിട്ടുള്ളത്. വെൽഫെയർ പോയിന്റിലെ സേവനങ്ങൾ തീർത്തും സൗജന്യമായിരിക്കും. NCV ന്യൂസ് എടപ്പാൾ.